ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ റെക്കോർഡ് റാലിക്ക് ശേഷം ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ചൈന ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് 1.5% ഡൗൺ ആണ് ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒപ്പം അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ നല്ല രീതിയിൽ റാലി ചെയ്തിരുന്നു. S&P 500 വിക്സ് 18.39 താഴ്ന്നിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US-ഉം ചൈനയും തമ്മിൽ താരിഫ് റിലേറ്റഡ് സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ടുള്ളതാണ്. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതോ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞോ എന്നതല്ല. ഇപ്പോൾ ഫൈനലി ഓൾമോസ്റ്റ് നിൽ ടാരിഫിലേക്ക് പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്ത് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഫൈനൽ ഔട്ട്കം എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇന്നലെ അദ്ദേഹം വീണ്ടും അനൗൺസ്മെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിൻ്റെ പ്രൈസ് കുറയ്ക്കാനുള്ള അനൗൺസ്മെൻറ്റുകളാണ്. തീർച്ചയായിട്ടും ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സൺ ഫാർമസ്യൂട്ടിക്കലൊക്കെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാറ്റൻറ്റ് ഡ്രഗ്സ്, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേസമയം ജനറിക് ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഫൈനൽ ഔട്ട്കം വന്നതിന് ശേഷമാണ് നമുക്കിതൊക്കെ വ്യക്തമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ഗോൾഡിൽ കണ്ടത്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3234 പെർ ഔൺസിനാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ്. അലുമിനിയം, സിങ്ക് ആണ് ഇന്നലെ മുന്നേറിയിട്ടുള്ള കമോഡിറ്റികൾ. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ താഴെയാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ADRകൾ, നമ്മുടെ ADRകൾക്ക് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ADRകളെല്ലാം തന്നെ ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. ഇൻഫോസിസും വിപ്രോയും അറൗണ്ട് 6% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം നാഷണൽ ഇന്നലെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നു. ശേഷം വീണ്ടും പാകിസ്ഥാൻ ഡ്രോണുകളൊക്കെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ പാക് സീസ് ഫയർ 100% സക്സസ് ആയി എന്നുള്ളൊരു കാര്യം വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എപ്പോഴും ചതിയന്മാരുടെ റോളിലാണ് പാകിസ്ഥാൻ ആർമി. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നമുക്ക് വളരെ കോഷനോട് കൂടി ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കുക. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ടാറ്റാ സ്റ്റീൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഒപ്പം ടാറ്റാ സ്റ്റീലിൻ്റെ ഡെറ്റും കുറച്ചിട്ടുണ്ട്. ഒപ്പം 3.6 രൂപ പെർ ഷെയർ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് സെയില്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഒപ്പം ഹിൻഡാൽക്കോ അലുമിനിയം പ്രൈസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നതും പോസിറ്റീവാണ്. അപ്പോൾ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് ഈ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇന്നലെ Q4 റിസൾട്ടുകൾ പുറത്തു വിട്ടിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും എക്സലൻറ്റ് റിസൾട്ട് വന്നിരിക്കുന്നത് വെൻഡി ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം റയമണ്ട് ലിമിറ്റഡ്, റയമണ്ട് ലൈഫ് സ്റ്റൈലൊക്കെ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1246.48 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1448.37 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. പൊതുവേ ഇന്നലെ ഒരു ബൈയിങ് മൂഡാണ്. പക്ഷേ ഇന്ന് നമ്മൾ മോർണിംഗിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ പാക് സീസ് ഫയർ ഇഷ്യൂസ്, അതുപോലെ തന്നെ ബോർഡറിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇനി നമ്മൾ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് $47 ബില്യൺ മാത്രമേ ഉള്ളൂ. നമ്മുടെ 15 ബിഗ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പാകിസ്ഥാൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും വളരെ ഹൈ ആണ്. റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാത്രം എടുത്ത് കഴിഞ്ഞാൽ 5 ടൈംസ് ബിഗർ ദാൻ
എൻ്റയർ പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പാത്തറ്റിക് ന്യൂസാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അതേസമയം ഇന്ത്യയുടെ സ്ട്രെങ്ത്ത് നമുക്ക് ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ നിന്ന് ഊഹിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മേജർ ന്യൂസ് ഫ്ലോസ്. ഇന്ന് റിസൾട്ടുകൾ വരാനുണ്ട്. ധാരാളം പ്രമുഖ കമ്പനികളുടെ ആദിത്യ ബിർള ക്യാപിറ്റൽ, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, സിപ്ല, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഗെയില്, ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ്, ITD സിമെൻറ്റേഷൻ, ജൂബിലൻ്റ് ഇൻഗ്രേവിയ, NIT ലിമിറ്റഡ്, സീമെൻസ്, സിർമ SGS ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നൊരു ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. ഇന്നലെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ ഇന്നലെ തന്നെ നമ്മുടെ ടാർഗറ്റുകൾ നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് നിഫ്റ്റി 24,800, 25,000 ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഈ ടാർഗറ്റുകളൊക്കെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫർദർ അപ്വേർഡ് മൊമെൻറ്റം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 25,400, 25,600 ലെവലിലേക്ക് ഈ മന്തിൻ്റോടുകൂടി ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും ബോർഡറിൽ വലിയ രീതിയിൽ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ വോളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഇന്ത്യ ഈസ് വെരി വെരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അത്രയും സ്ട്രെങ്ത് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ബോർഡർ ഇഷ്യൂയിൽ നിന്ന്. അതേസമയം വലിയ രീതിയിൽ പാകിസ്ഥാൻ വീണ്ടും ഡ്രോണുകൾ വിടുക അല്ലെങ്കിൽ മിസൈലൊക്കെ വിടുകയാണെങ്കിൽ വീണ്ടും പാകിസ്ഥാൻ്റെ നാശത്തിന് കാരണമായേക്കാവുന്ന ആക്ഷൻസൊക്കെ ഇന്ത്യയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നല്ല രാഷ്ട്രത്തിനും നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.